ഹായ് ഗൈസ്, വെൽക്കം ടു കാൻഡല ലേണിംഗ്സ്. സോ നമ്മൾ റിവിഷൻ ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത് അല്ലേ? സോ നമ്മൾ ഇയർ തൊട്ടിട്ടാണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. സോ നമുക്ക് ഇയറിലോട്ട് പോവാം. എന്തിനാ ഇയർ? കേൾക്കാൻ വേണ്ടിയിട്ട്. ഇയറിലുള്ള റിസപ്റ്റർ ഏതാ? ഓഡിറ്ററി റിസപ്റ്റർ. ഇയറിലോട്ട് വരേണ്ട സ്റ്റിമുലസ് ഏതാ? സൗണ്ട്. നമുക്കറിയാം ചെവിയിലൂടെ കേൾക്കാൻ മാത്രമേ പറ്റുള്ളൂ. കാരണം ചെവിയിലുള്ള റിസപ്റ്റർ ഓഡിറ്ററി റിസപ്റ്ററാണ്. അതായത് സൗണ്ടിനെ റിസീവ് ചെയ്ത് ഇമ്പൾസ് ജനറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള റിസപ്റ്ററാണ് ചെവിയിലുള്ളത്. ഏതാ റിസപ്റ്റർ? ഓഡിറ്ററി റിസപ്റ്റർ. ഓക്കെ അല്ലേ? നമ്മൾ ഇയറിനെ മെയിൻലി 3 ഭാഗമായിട്ടാണ് പഠിക്കുന്നത്. എക്സ്റ്റേണൽ ഇയർ, മിഡിൽ ഇയർ, ഇന്റേണൽ ഇയർ. ആദ്യം നമ്മൾ പഠിക്കുന്നത് ആരെ കുറിച്ചിട്ടാണെന്ന് അറിയോ? എക്സ്റ്റേണൽ ഇയറിനെ കുറിച്ചിട്ടാണ്. ഈ ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല, നമ്മുടെ ബോഡി ബാലൻസിങ്ങും ഇയർ നോക്കുന്നുണ്ട് കേട്ടോ. സോ നമുക്ക് അതും കൂടെ നോക്കണം. ആദ്യം നമ്മൾ കേൾവി നോക്കും, പിന്നെ നമ്മൾ ബോഡി ബാലൻസിങ്ങും നോക്കും. ആദ്യം നമുക്ക് ഇയറിന്റെ പാർട്സ് നോക്കാം. എക്സ്റ്റേണൽ ഇയർ. എക്സ്റ്റേണൽ ഇയറിൽ മെയിൻലി 3 ഭാഗമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ പിന്നേന്റെ ജോലി എന്താ? നമ്മുടെ പുറത്തുനിന്നുള്ള സൗണ്ട് വേവ്സിനൊക്കെ എങ്ങോട്ട് കൊടുക്കുക? നമ്മുടെ ചെവിന്റെ ഉള്ളിലോട്ട് കടത്തി വിടാം. ഓക്കെ, അതാണ് പിന്നേന്റെ ജോലി. ഈ കാണുന്നതാണ് പിന്ന. ഓക്കെ, ഇനി അടുത്ത ഭാഗമാണ് എന്ത്? ഓഡിറ്ററി കനാൽ. ഓഡിറ്ററി കനാലിലാണ് നമ്മൾ എന്ത് കാണുന്നത്? ഇയർ വാക്സ് കാണുന്നത്. അവിടെയാണ് നമ്മൾ പെന്നിന്റെ നിബും അതുപോലെ തന്നെ സേഫ്റ്റി പിന്നും അതുപോലെ തന്നെ ഈർക്കിളും പല സാധനവും ബഡ്സൊക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യുക? തോണ്ടിയെടുക്കുക. എന്നിട്ട് നമ്മൾ ഇൻഫെക്ഷൻ വരുത്തും, വേദന ഉണ്ടാക്കും അല്ലേ? ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്. എന്തെങ്കിലും ഇറിറ്റേഷൻ തോന്നി കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോവുക. ഓക്കെ, ENTന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർ കറക്റ്റ് ക്ലീൻ ചെയ്തു തന്നോളും. അല്ലാണ്ട് നമ്മളായിട്ട് ചികിത്സിക്കാന്ന് കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രശ്നമാവത്തേ ഉള്ളൂ. സോ ഓഡിറ്ററി കനാലിൽ എന്തിനാണ് ഇയർ വാക്സ്? ഇയർ വാക്സും അതുപോലെ തന്നെ ഹെയർ രോമങ്ങളും ഉണ്ട്. എന്തിനാ അതെന്നറിയോ? നമ്മുടെ ചെവിന്റെ ഉള്ളിലോട്ട് പോകുന്ന ഡസ്റ്റ് അതുപോലെ തന്നെ ഫോറിൻ പാർട്ടികൾ ഉണ്ടാവും. ഇപ്പോൾ വല്ല ഫോറിൻ പാർട്ടികളായിട്ട് ഇപ്പോൾ നമുക്കറിയാം ചെവിന്റെ ഉള്ളിലോട്ട് വല്ല പാറ്റിയോ ഉറുമ്പോ കയറാനുള്ള ചാൻസ് ഉണ്ട്. അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തുള്ളത്? ഹെയറും അതുപോലെ തന്നെ നമ്മുടെ വാക്സും ഉള്ളത്. ഓക്കെ, അല്ലാണ്ട് നമുക്ക് തോണ്ടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. ഓക്കെ, സപ്പോസ് ഇത് ഹൈപ്പർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ, കൂടുതലായിട്ട് വാക്സ് ഉണ്ട് എന്ന് തോന്നി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ENT ഡോക്ടറെ അടുത്തോട്ട് പോവുക, അവർ ക്ലീൻ ചെയ്ത് തന്നോളൂ. ഓക്കെ, സോ അതാണ് ഈ പറയുന്ന ഓഡിറ്ററി കനാൽ. ഓഡിറ്ററി കനാലിന്റെ ജോലി എന്താണെന്നറിയോ? വരുന്ന സൗണ്ട് വേവ്സിനെ ഉള്ളിലോട്ട് കടത്തി വിട്ടിട്ട് ടിംബാനത്തിലോട്ട് എത്തിക്കുക. എങ്ങോട്ട് എത്തിക്കുക? ടിംബാനം. ടിംബാനമാണ് നമുക്ക് എക്സ്റ്റേണൽ ഇയറിൽ പഠിക്കാനുള്ള 3ാമത്തെ ഭാഗം. ടിംബാനം എന്ന് പറഞ്ഞാൽ ഒരു തിന്നായിട്ടുള്ള സർക്കുലർ മെംബ്രെയിനാണ്. ഒരു ഡെലിക്കേറ്റ് കട്ടി കുറഞ്ഞിട്ടുള്ള ഒരു മെംബ്രെയിനാണ്. വരുന്ന സൗണ്ട് വേവിനനുസരിച്ചിട്ട് ടിംബാനം വൈബ്രേറ്റ് ചെയ്യും. നമുക്കറിയാം ടിംബാനം വരെ സൗണ്ട് വേവ് ആയിട്ടാണ് വരിക. ടിംബാനത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ സൗണ്ട് വേവ് അല്ല, ടിംബാനം വൈബ്രേറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് സൗണ്ട് വൈബ്രേഷൻ പ്രൊഡ്യൂസ് ചെയ്യും. അതായത് സൗണ്ട് വേവ്സ് ആയിട്ടാണ് വരിക നമ്മുടെ ടിംബാനം വരെ. ടിംബാനം വൈബ്രേറ്റ് ചെയ്യും. പിന്നെ എന്താ ഉള്ളത്? സൗണ്ട് വൈബ്രേഷനാണ്, പിന്നെ സൗണ്ട് വേവ് അല്ല. ഓക്കെ, സോ ടിംബാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ട് വേവിന്റെ റെസൊണൻസിനനുസരിച്ചിട്ട് വൈബ്രേറ്റ് ചെയ്യും. ഓക്കെ അല്ലേ? പിന്നെ മിഡിൽ ഇയറിലോട്ട് എന്ത് കൊടുക്കും? സൗണ്ട് വൈബ്രേഷൻ കൊടുക്കും. ഓക്കെ, സോ ഇനി നമ്മൾ മിഡിൽ ഇയർ നോക്കാം. സോ നമ്മൾ എക്സ്റ്റേണൽ ഇയർ നോക്കി, പിന്നെ ഓഡിറ്ററി കനാൽ, ടിംബാനം. ഇനി മിഡിൽ ഇയറിൽ നമുക്ക് 2 ഭാഗം പഠിക്കാനുണ്ട്. ഏതൊക്കെയാണ്? നമ്മുടെ ഓസിക്കിൾ, ഇയർ ഓസിക്കിളും അതുപോലെ തന്നെ യൂസ്റ്റേഷ്യൻ ട്യൂബും. ഇയർ ഓസിക്കിളിനെ കുറിച്ചിട്ടാണ് നമ്മൾ ആദ്യം നോക്കുക. ഇയർ ഓസിക്കിൾ എന്ന് പറഞ്ഞാൽ 3 ബോണാണ്. ഓക്കെ, മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ് എന്ന് പറയുന്ന 3 ബോണുകളാണ്. ഓക്കെ അല്ലേ? ഇവരുടെ ജോലി വരുന്ന സൗണ്ട് വൈബ്രേഷനെ ആംപ്ലിഫൈ ചെയ്യുക, വലുതാക്കുക അല്ലെങ്കിൽ ലാർജർ ആക്കുക. ഓക്കെ അല്ലേ? സോ ഈ വരുന്ന സ്റ്റേപ്പിസ് ആണ് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ ഏറ്റവും ചെറിയ ബോൺ. അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഇനി നോക്കിയേ, ഈ പറയുന്ന എൻലാർജ് ചെയ്തിട്ടുള്ള സൗണ്ട് വൈബ്രേഷനെ മിഡിൽ ഇയറിൽ നിന്ന് ഇനി എങ്ങോട്ടാ കൊടുക്കുക? ഇന്റേണൽ ഇയറിലോട്ട്. ഓക്കെ, സോ എക്സ്റ്റേണൽ ഇയറിലൂടെ വന്ന് ടിംബാനത്തിലെത്തി. ഓക്കെ, ടിംബാനം എന്ത് ചെയ്യും? വൈബ്രേറ്റ് ചെയ്യും. സോ വൈബ്രേറ്റ് ചെയ്തിട്ടുള്ള സൗണ്ട് വൈബ്രേഷൻ പിന്നെ ആർക്ക് കിട്ടും? നമ്മുടെ ഇയർ ഓസിക്കിളിന് കിട്ടും. ഇയർ ഓസിക്കിൾ അതിനെ ആംപ്ലിഫൈ ചെയ്തിട്ട് ലാർജർ ആക്കും. ഓക്കെ അല്ലേ? ഈ ലാർജർ ആക്കിയിട്ടുള്ള സൗണ്ട് വൈബ്രേഷൻ ആർക്കാ കിട്ടുക? ഇന്റേണൽ ഇയറിന്. ഓക്കെ, സോ ഇതിന്റെ ഇടയിൽ ആരുണ്ട്? നമ്മുടെ യൂസ്റ്റേഷ്യൻ ട്യൂബ് ഉണ്ട്. യൂസ്റ്റേഷ്യൻ ട്യൂബ് എന്ന് പറഞ്ഞാൽ മിഡിൽ ഇയറിൽ നിന്ന് നമ്മുടെ ഫാരിങ്സിലോട്ട്, അതായത് നമുക്കറിയാം നമ്മുടെ മൗത്തിന്റെ ലാസ്റ്റ് പോർഷനിലോട്ട് വരുന്ന ഒരു ഓപ്പണിംഗ് ആണ് ഈ പറയുന്ന യൂസ്റ്റേഷ്യൻ ട്യൂബ്. അതായത് ഫാരിങ്സിലോട്ട് കണക്ട് ചെയ്യുന്ന ഒരു ട്യൂബാണ് ആര്? ഈ പറയുന്ന യൂസ്റ്റേഷ്യൻ ട്യൂബ്. നമ്മൾ ചെവിയിൽ എന്തെങ്കിലും ഡ്രോപ്പ് ഇട്ടിച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയത്തിന് ശേഷം വായിൽ ഒരു ചൊവ വരും അല്ലേ? ചിലപ്പോൾ ഒരു എന്താ പറയുക, ഒരു രസമില്ലാത്തൊരു വൃത്തികെട്ട ചൊവയൊക്കെ വരും, ഒരു കയ്പുള്ള ഒരു ചൊവയൊക്കെ വരാറുണ്ട് ഇയർ ഡ്രോപ്പ് ഒക്കെ കുറ്റിക്കുന്ന സമയത്ത്. അതെങ്ങനെയാ വരുന്നത്? നമ്മുടെ ചെവിന്റെ ഉള്ളിലൂടെ ഇറങ്ങി വരുന്നതാ. അതും ഏത് ട്യൂബിലൂടെയാ? യൂസ്റ്റേഷ്യൻ ട്യൂബ്. യൂസ്റ്റേഷ്യൻ ട്യൂബിന്റെ ഫംഗ്ഷൻ എന്താണെന്നറിയോ? ടിംബാനത്തിന്റെ 2 സൈഡിലുള്ള പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാം. പ്രഷർ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സൗണ്ട് വൈബ്രേഷനും സൗണ്ട് വേവിനും ഒന്നും കറക്റ്റ് ആയിട്ട് പാസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ ഈ പറയുന്ന പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ജോലി? യൂസ്റ്റേഷ്യൻ ട്യൂബിന്റെ. എവിടെയുള്ള? ടിംബാനത്തിന്റെ ബോത്ത് സൈഡ്സിലുള്ള. ഓക്കെ, സോ അതാണ് നമ്മുടെ മിഡിൽ ഇയർ. സോ എക്സ്റ്റേണൽ ഇയർ തീർത്തു, മിഡിൽ ഇയർ തീർത്തു. ഇനി എന്താ നോക്കാനുള്ളത്? ഇന്റേണൽ ഇയർ. ഇന്റേണൽ ഇയറിന്റെ ഒരു സ്ട്രക്ചറാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഇന്റേണൽ ഇയർ മെയിൻലി എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ബോഡി ബാലൻസിങ്ങിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഹിയറിങ്ങിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇന്റേണൽ ഇയറിന്റെ ഒരു സ്ട്രക്ചർ നോക്കിയാൽ നിങ്ങൾ ഇതിൽ എന്തൊക്കെ കാണുന്നുണ്ട്? സെമി സർക്കുലർ കനാൽ ഉണ്ട്, വെസ്റ്റിബ്യൂൾ ഉണ്ട്, വെസ്റ്റിബുലാർ നെർവ്, ഓഡിറ്ററി നെർവ്, കോക്ലിയ.
ഇത്രയും ഭാഗങ്ങൾ ഇതിലുണ്ട് കേട്ടോ. സോ നമുക്ക് ആദ്യം എന്താ പഠിക്കേണ്ടത്? കേൾക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ കേൾക്കുന്നു, ഹിയറിംഗ് എങ്ങനെ പോസിബിൾ ആവുന്നുള്ളത് നോക്കാം. നമുക്കറിയാം ഇതിൽ കോക്ലിയ ഉണ്ട് അല്ലേ. ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, അതൊരു ബോണി കേസ് ആണ്. ഇതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ബോണി ലാബ്രിന്ത് എന്ന് വിളിക്കുക. ഓക്കെ അല്ലേ? ഇനി ഇതിന്റെ ഉള്ളിൽ ആരുണ്ട്? ഒരു മെംബ്രേനിയസ് ലാബ്രിന്തും കൂടെ ഉണ്ട്. ഓക്കെ, അതായത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഈ കാണുന്ന എന്താണ്? ഒരു ബോണി കേസ്. ഇതിന്റെ ഉള്ളിൽ ഇതേ ഷേപ്പിൽ എന്തും കൂടെ ഉണ്ട്? ഒരു മെംബ്രേനിയസ് ലാബ്രിന്തും കൂടെ ഉണ്ട്. ഓക്കെ അല്ലേ? നമുക്കറിയാം ഈ ബോണി ലാബ്രിന്തിന്റെയും മെംബ്രേനിയസ് ലാബ്രിന്തിന്റെ ഇടയിൽ ഒരു ഫ്ലൂയിഡ് ഉണ്ട്. അതുപോലെ മെംബ്രേനിയസ് ലാബ്രിന്തിന്റെ ഉള്ളിൽ എന്തുണ്ട്? ഫ്ലൂയിഡ് ഉണ്ട്. മെംബ്രേനിയസ് ലാബ്രിന്തിന്റെ ഉള്ളിൽ കാണുന്ന ഫ്ലൂയിഡിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? എൻഡോലിംഫ്. അതുപോലെ ബോണി ലാബ്രിന്തിന്റെയും മെംബ്രേനിയസ് ലാബ്രിന്തിന്റെ ഇടയിൽ കാണപ്പെടുന്ന ഫ്ലൂയിഡിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? പെരിലിംഫ് എന്ന് വിളിച്ചത്. ഓക്കെ അല്ലേ? ഇനി എങ്ങനെ ഹിയറിംഗ് പോസിബിൾ ആവുന്നു നോക്കണം. നോക്കിയേ, ഇത് നമ്മുടെ കോക്ലിയന്റെ ഒരു സ്ട്രക്ചറാണ്. അതായത് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള ഒരു കോക്ലിയ ഉണ്ടല്ലോ, ഈ ഒരു കോക്ലിയനെ നമ്മൾ നേരെ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഇതുപോലെ ഉണ്ടാവും. ഓക്കെ, നമ്മൾ ആ മടക്കൊക്കെ ഒന്ന് നേരെ തുറന്നു വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഇതുപോലെ ഉണ്ടാവും. ഓക്കെ, സോ ഇതിൽ നമുക്ക് കാണുന്ന സ്ട്രക്ചർ നോക്കിയാൽ നിങ്ങൾ, ഇതാണ് ആര്? ഇവിടെയാണ് നമ്മുടെ ടിംബാനം വരുന്നത്. ഇതാണ് ടിംബാനം. ഈ കാണിക്കുന്ന ഭാഗമാണ് നമ്മുടെ ഇയർ ഓസിക്കിൾ. ഓക്കെ, ഇതാണ് ഇയർ ഓസിക്കിൾ. അങ്ങനെ ഇയർ ഓസിക്കിൾ നേരെ കണക്ട് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ കോക്ലിയാണ് ഇപ്പം ഈ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, തൽക്കാലം ഞാൻ ഇതൊക്കെ ഒന്ന് മായ്ക്കുന്നുണ്ട് മനസ്സിലാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ നമ്മുടെ കോക്ലിയയിൽ ആദ്യം എങ്ങോട്ടാണ് വരിക എന്നറിയോ? ഓവൽ വിൻഡോയിലോട്ട്. ഓവൽ വിൻഡോയിലോട്ടാണ് എവിടെ നിന്ന് വരിക? നമ്മുടെ മിഡിൽ ഇയറിൽ ഉണ്ടായിരുന്ന ഇയർ ഓസിക്കിളിൽ നിന്ന് വരിക. ഇയർ ഓസിക്കിളിൽ നിന്ന് നമ്മുടെ കോക്ലിയയിലുള്ള ഓവൽ വിൻഡോയിലോട്ടാണ് ആദ്യം സൗണ്ട് വൈബ്രേഷൻ വരിക. ഓക്കെ, അപ്പോൾ ഓവൽ വിൻഡോ എന്ത് ചെയ്യും? വൈബ്രേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഒരു ഫോർവേഡ് മൂവ്മെന്റ് കാണിക്കും. സോ അതിൻ്റെ ഉള്ളിൽ ഫ്ലൂയിഡ് ഇല്ലേ, ആ ഫ്ലൂയിഡിനും മൂവ്മെന്റ് ഉണ്ടാവും. അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കോക്ലിയക്ക് അപ്പർ ചേംബർ ഉണ്ട്, മിഡിൽ ചേംബർ ഉണ്ട്, ലോവർ ചേംബർ ഉണ്ട്. ഫ്ലൂയിഡ് അങ്ങോട്ട് മൂവ് ചെയ്യും. അപ്പർ ചേംബറിൽ നിന്ന് മിഡിൽ ചേംബറിലോട്ടും ലോവർ ചേംബറിലോട്ടും മൂവ് ചെയ്യും. ഓക്കെ അല്ലേ? ഈ സമയത്ത് നമ്മുടെ മിഡിൽ ചേംബറിന്റെയും ലോവർ ചേംബറിന്റെ ഇടയിൽ ഒരു മെംബ്രെയിൻ ഉണ്ട്. അതിനെ നമ്മൾ എന്ത് വിളിക്കുക? ബേസിലാർ മെംബ്രെയിൻ എന്ന് വിളിക്കുക. എന്ത് വിളിക്കും? ബേസിലാർ മെംബ്രെയിൻ. ഈ ബേസിലാർ മെംബ്രെയിൻ മേൽ എന്തുണ്ട്? സ്പെഷ്യലൈസ്ഡ് ഹെയർ സെല്ലുകളുണ്ട്. അവരാണ് റിസപ്റ്റർ. സോ ഈ റിസപ്റ്ററിലോട്ട് സ്റ്റിമുലേഷൻ വരണം. അതെങ്ങനെയാണ് വരുന്നത്? ഫ്ലൂയിഡിന്റെ മൂവ്മെന്റിനനുസരിച്ചിട്ട്. നമ്മുടെ ഓവൽ വിൻഡോ മൂവ് ചെയ്യിപ്പിക്കുമ്പോൾ ഫ്ലൂയിഡ് മുന്നോട്ട് മൂവ് ചെയ്യും. എവിടെ നിന്ന്? അപ്പർ ചേംബറിന് മിഡിൽ ചേംബറിലോട്ടും ലോവർ ചേംബറിലോട്ടും. ഓക്കെ അല്ലേ? ആ മിഡിൽ ചേംബറിന്റെയും ലോവർ ചേംബറിന്റെ ഇടയിലാണ് ആരെ കാണപ്പെടുന്നത്? ബേസിലാർ മെംബ്രെയിൻ. ഈ ബേസിലാർ മെംബ്രെയിനിൽ സ്പെഷ്യലൈസ്ഡ് ഹെയർ സെൽ ഉണ്ട് അല്ലേ? ഈ ബേസിലാർ മെംബ്രെയിനും അതിലുള്ള സ്പെഷ്യലൈസ്ഡ് ഹെയർ സെല്ലും ഉണ്ടല്ലോ, അതിനെ രണ്ടിനെയും കൂടിയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഓർഗൻ ഓഫ് കോർട്ടി എന്ന് വിളിക്കുക. ഓക്കെ, സോ ഓർഗൻ ഓഫ് കോർട്ടി എന്ന് പറഞ്ഞാൽ ആ സ്പെഷ്യലൈസ്ഡ് ഹെയർ സെല്ലും ബേസിലാർ മെംബ്രെയിൻ കൂടെ കൂടിയിട്ടുള്ളത്. ഓക്കെ അല്ലേ? സോ ഇപ്പൊ എന്തെത്തി? നമുക്ക് സ്റ്റിമുലസ് എത്തി. അതായത് സൗണ്ട് വൈബ്രേഷൻ ആയിട്ട് വന്ന് നമ്മുടെ ഫ്ലൂയിഡ് മൂവ്മെന്റ് കൂടെ എത്തിയിട്ട് എവിടെ എത്തി? ബേസിലാർ മെംബ്രെയിനിലുള്ള ഹെയർ സെല്ലിൽ എത്തി. ഓക്കെ അല്ലേ? ഈ ബേസിലാർ മെംബ്രെയിനിൽ ഇപ്പോൾ സ്റ്റിമുലേഷൻ കിട്ടി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? റിസപ്റ്റർ അല്ലേ അവരത് റിസീവ് ചെയ്തിട്ട് ഇമ്പൾസ് ജനറേറ്റ് ചെയ്യും. ഓക്കെ അല്ലേ? ഈ ഇമ്പൾസിനെ എങ്ങോട്ട് വിടും? നമ്മുടെ ബ്രെയിനിലോട്ട്. ഏത് നേർവ് വഴി? ഓഡിറ്ററി നെർവ് വഴി. നമ്മളിവിടെ പഠിച്ചിട്ടുള്ള ഓഡിറ്ററി നെർവ് വഴി എങ്ങോട്ട് വിടും? നമ്മുടെ സെറിബ്രത്തിലോട്ട് വിടും. ഓക്കെ അല്ലേ? അങ്ങനെയാണ് കേൾക്കുന്നത്. സിമ്പിൾ ആണ്. നമുക്ക് അതിൻ്റെ പാത്ത് വേ ഡിസ്കസ് ചെയ്യാണ്ട് കേട്ടോ. നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ പാത്ത് ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. സൗണ്ട് വേവ്സ് വന്ന് എങ്ങോട്ടെത്തി? പിന്നയിലെത്തി. പിന്നയിൽ നിന്ന് നേരെ എങ്ങോട്ടാ പോവുക? നേരെ നമ്മുടെ ഓഡിറ്ററി കനാൽ. എങ്ങോട്ട് വരും? ഓഡിറ്ററി കനാൽ. ഓഡിറ്ററി കനാലിന് എങ്ങോട്ടാ പോവുക? നമ്മുടെ ടിംപാനം. നമ്മുടെ തിന്നായിട്ടുള്ള സർക്കുലാർ ഡെലിക്കേറ്റ് മെംബ്രെയിൻ ഉണ്ടായിരുന്നു അല്ലേ? അതാണ് ടിംപാനം. ടിംപാനത്തിൽ നിന്ന് നേരെ എങ്ങോട്ടാ പോവുക? നമ്മുടെ ഇയർ ഓസിക്കിളിലോട്ട്, അഥവാ മിഡിൽ ഇയറിലുള്ള ഇയർ ഓസിക്കിളിലോട്ട്. ഇയർ ഓസിക്കിൾ പറഞ്ഞാൽ എന്തായിരുന്നു? 3 ബോൺ ആയിരുന്നു അല്ലേ? മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ്. അവിടുന്ന് നേരെ എങ്ങോട്ട് വരും? ഓവൽ വിൻഡോ. ഓവൽ വിൻഡോയിൽ നിന്ന് നേരെ എങ്ങോട്ട് വരും? നമ്മുടെ മിഡിൽ ചേംബറിന്റെയും ലോവർ ചേംബറിന്റെ ഇടയിൽ കാണപ്പെടുന്ന ബേസിലാർ മെംബ്രെയിനിലോട്ട് വരും അല്ലേ? സോ ബേസിലാർ മെംബ്രെയിൻ. സോ ബേസിലാർ മെംബ്രെയിനിലുള്ള ഹെയർ സെല്ലിലോട്ട് എത്തി. അവരെന്തുണ്ടാക്കി? ഇമ്പൾസ് ഉണ്ടാക്കി. അത് ഏത് നെർവ് വഴി? ഓഡിറ്ററി നെർവ്. ഓഡിറ്ററി നെർവ് വഴി നമ്മുടെ സെറിബ്രം. സോ സെറിബ്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ഹിയറിംഗ് കിട്ടി, അല്ലെങ്കിൽ സെൻസ് ഓഫ് ഹിയറിംഗ് കിട്ടി. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ കേൾക്കുന്നത്. സിമ്പിൾ ആണ്. എങ്ങനെയാണ്? ആദ്യം നമ്മുടെ പിന്നെ ഓഡിറ്ററി കനാൽ, നേരെ നമ്മുടെ ടിംബാനത്തിൽ നിന്ന് ഇയർ ഓസിക്കിളിൽ നമ്മുടെ ഇന്റേണൽ ഇയറിലുള്ള കോക്ലിയയിലുള്ള ഓവൽ വിൻഡോയിൽ നിന്നും നേരെ ഫ്ലൂയിഡ് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും. അവിടെ നിന്ന് എങ്ങോട്ടെത്തും? നമ്മുടെ ബേസിലാർ മെംബ്രെയിനിലെത്തും. ബേസിലാർ മെംബ്രെയിനിലുള്ള ഹെയർ സെല്ലിലോട്ട് എത്തും. എന്നിട്ടോ അവരാണ് റിസപ്റ്റർ. അവരതിനെ റിസീവ് ചെയ്തിട്ട് ഇമ്പൾസ് ജനറേറ്റ് ചെയ്യും. ആ ഇമ്പൾസ് നേരെ ഓഡിറ്ററി നെർവ് വഴി എങ്ങോട്ടെത്തി? നമ്മുടെ സെറിബ്രത്തിലോട്ടെത്തി. അപ്പോഴാണ് നമ്മൾ കേൾക്കുന്നത്.
ഓക്കെ, ഇപ്പൊ ഞാൻ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും സ്പോണ്ടേനിയസ് ആയിട്ട് നിങ്ങൾ കേൾക്കുന്നുണ്ട് അല്ലേ? ഞാൻ പറഞ്ഞു കഴിഞ്ഞ് കുറെ സമയം കഴിഞ്ഞിട്ടാണോ? അല്ല, അതായത് വീഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾ കേൾക്കുന്നുണ്ട്. അതെങ്ങനെയാ? സൗണ്ട് അതിന്റെ ഡിവൈസിന്റെ സ്പീക്കറിലൂടെ വന്ന് ഇപ്പൊ ഈ പറഞ്ഞ പാത്വേയിലൂടെ ഒക്കെ പോയിട്ട് നിങ്ങളുടെ ബ്രെയിനിലെത്തണം. ഇത്രയും കാര്യങ്ങൾ എത്രയും പെട്ടെന്നാണ് നടക്കുന്നത്, ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിലാണ് നടക്കുന്നത് അല്ലേ? സോ ഇങ്ങനെയാണ് നമ്മൾ കേൾക്കുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് എങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നതെന്നാണ്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് എങ്ങനെ ഹിയറിംഗ് നടക്കുന്നു എന്നാ. ഇനി എങ്ങനെ ബാലൻസിങ് നടക്കുന്നു, എങ്ങനെ ബോഡി ബാലൻസ് നടക്കുന്നു നോക്കണം. അതിന് നേരത്തെ പറഞ്ഞ ഡയഗ്രത്തിലോട്ട് ഒന്നും കൂടെ നമുക്ക് പോവാം. സോ നോക്കിയതിൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള വെസ്റ്റിബ്യൂളും അതുപോലെ തന്നെ സെമി സർക്കുലർ കനാലും ഇല്ലേ, ഇവർ രണ്ടുപേരുമാണ് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നത്? ബോഡി ബാലൻസിങ്ങിന്. അതുപോലെ തന്നെ വെസ്റ്റിബുലാർ നെർവും ഉണ്ട് കേട്ടോ. ഇനി എങ്ങനെയാണെന്ന് അറിയോ? നമുക്കറിയാം നമ്മുടെ തല ഷേക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ഇയറിനൊക്കെ മൂവ്മെന്റ് നടക്കുന്ന സമയത്ത്, നമ്മുടെ തല ഷേക്ക് ചെയ്യുന്ന സമയത്ത് ഇയറിന് ഒരു മൂവ്മെന്റ് ഉണ്ട് അല്ലേ? സോ ഇതിന്റെ ഉള്ളിലുള്ള ഫ്ലൂയിഡിന് അപ്പം മൂവ്മെന്റ് ഉണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഫ്ലൂയിഡ് ഇല്ലേ, ആ ഫ്ലൂയിഡ് ഇല്ലേ ഇവിടെ ഉണ്ടാവും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള എൻഡോലിംഫും പെരിലിംഫും ഒക്കെ എവിടെയും കാണുന്നുണ്ട്. ഈ പറഞ്ഞ സെമി സർക്കുലർ കനാലിന്റെയും അതുപോലെ തന്നെ വെസ്റ്റിബ്യൂളിന്റെ അടുത്തൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, ഇനി നോക്കിയേ, ഈ ഫ്ലൂയിഡ് മൂവ് ചെയ്യുന്ന സമയത്ത് ഈ വെസ്റ്റിബ്യൂളിന്റെ ഉള്ളിലും അതുപോലെ തന്നെ സെമി സർക്കുലാറിന്റെ ഉള്ളിലും സ്പെഷ്യലൈസ്ഡ് ഹെയർ സെല്ലുകൾ ഉണ്ട്. ആ സ്പെഷ്യലൈസ്ഡ് ഹെയർ സെല്ലിന് സ്റ്റിമുലേഷൻ കിട്ടും. എപ്പോ? അവിടെയുള്ള ഫ്ലൂയിഡ് മൂവ് ചെയ്യുമ്പോൾ. ഓക്കെ, സോ ഫ്ലൂയിഡ് മൂവ്മെന്റ് നടക്കുന്ന സമയത്ത് അവിടെയുള്ള സ്പെഷ്യലൈസ്ഡ് ഹെയർ സെല്ലിന് സ്റ്റിമുലേഷൻ കിട്ടും. എന്നിട്ടോ ഇമ്പൾസ് ജനറേറ്റ് ചെയ്യും. ആ ഇമ്പൾസ് വെസ്റ്റിബുലാർ നെർവ് വഴി പോകും. ഏത് നെർവ് വഴി പോകും? വെസ്റ്റിബുലാർ നെർവ് വഴി പോകും. എങ്ങോട്ട്? സെറിബെല്ലം. സെറിബ്രത്തിലോട്ടല്ല, സെറിബെല്ലത്തിലോട്ട്. എങ്ങോട്ടാ പോകുന്നത്? സെറിബെല്ലത്തിലോട്ട്. അതാണ് ബോഡി ബാലൻസിന്റെ കാര്യം. അതായത് നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ ബോഡി ബാലൻസിങ് മെയിൻലി ചെയ്യുന്ന ആരായിരുന്നു? സെറിബെല്ലം. സെറിബ്രം ആയിരുന്നോ? അല്ല, സെറിബെല്ലാണ് എന്ത് നോക്കുന്നത്? നമ്മുടെ ബോഡി ബാലൻസിങ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇക്വിലിബ്രിയം നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ? സോ നമ്മുടെ സെമി സർക്കുലാർ കനാലിന്റെയും അതുപോലെ തന്നെ വെസ്റ്റിബ്യൂളിന്റെ ഉള്ളിലൊക്കെ എന്തുണ്ട്? സ്പെഷ്യലൈസ്ഡ് ഹെയർ സെല്ലുകൾ ഉണ്ട്. ഈ സെൻസറി ഹെയർ സെൽ ഉണ്ടല്ലോ, ഇവർക്ക് എന്ത് കിട്ടും? സ്റ്റിമുലേഷൻ കിട്ടും. ഇവരെന്ത് ജനറേറ്റ് ചെയ്യും? ഇമ്പൾസ് ജനറേറ്റ് ചെയ്യും. ഈ ഇമ്പൾസ് വെസ്റ്റിബുലാർ നെർവ് വഴി നേരെ സെറിബെല്ലത്തിലോട്ട് എത്തും. എങ്ങോട്ടെത്തും? സെറിബെല്ലത്തിലോട്ട്. അങ്ങനെയാണ് എന്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ബോഡി ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അതായത് ബോഡി ബാലൻസിങ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ കേൾക്കുന്നതും അതുപോലെ തന്നെ ബോഡി ബാലൻസ് ചെയ്യുന്നതും. സോ നമ്മൾ ഇയറും തീർത്തു. എന്തൊക്കെ തീർത്തു? ഐ തീർത്തു, ഇയർ തീർത്തു. ഇയറിൽ തന്നെ കേൾക്കുന്നതും തീർത്തു, ബോഡി ബാലൻസിങ്ങും തീർത്തു. ഇനി നമുക്ക് നോക്കേണ്ടത് എങ്ങനെയാണ് നമ്മൾ ടേസ്റ്റ് സെൻസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. എങ്ങനെ നമുക്ക് ടേസ്റ്റ് കിട്ടുന്നു? ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം എന്ത് വേണം? ടേസ്റ്റ് ഉള്ള വസ്തുക്കൾ വേണം. ഒരു മിഠായി നമ്മൾ നാവിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടേസ്റ്റ് കിട്ടും. കാരണം നാവിൽ നമ്മുടെ മൗത്തിന്റെ പല റീജിയനിലും എന്തുണ്ട്? ടേസ്റ്റ് സെൻസ് ചെയ്യാനുള്ള റിസെപ്റ്റർ ഉണ്ട്. ഏതാ? കീമോ റിസെപ്റ്റർ. ഏത് റിസെപ്റ്റർ? കീമോ റിസെപ്റ്റർ. ഓക്കെ അല്ലേ? ഈ കീമോ റിസെപ്റ്റർ എവിടെയാ കാണുന്നതെന്ന് അറിയോ? നമ്മുടെ മൗത്തിൽ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു സർഫസ് ഉണ്ട്. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? പാപ്പില്ലേ എന്ന് വിളിക്കും. അതിനാണ് നമ്മൾ എന്ത് വിളിക്കും? പാപ്പില്ലേ. ഈ പാപ്പില്ലയിലാണ് ആരെ കാണപ്പെടുന്നത്? ടേസ്റ്റ് ബഡ് കാണപ്പെടുന്നത്. ഓക്കെ, പാപ്പില്ലയിൽ എന്ത് കാണും? ടേസ്റ്റ് ബഡ് കാണും. ടേസ്റ്റ് ബഡിന്റെ ഉള്ളിലാണ് എന്ത് കാണുന്നത്? കീമോ റിസെപ്റ്റർ കാണുന്നത്. ടേസ്റ്റ് ബഡുകൾക്ക് അനുസരിച്ചിട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കീമോ റിസെപ്റ്ററും കാണും. അതായത് നമുക്ക് ഒരു ടേസ്റ്റ് മാത്രമേ സെൻസ് ചെയ്യാൻ പറ്റുള്ളൂ? അല്ല, ഒരുപാട് ടേസ്റ്റ് സെൻസ് ചെയ്യാൻ പറ്റൂ അല്ലേ? എരിവ്, പുളി, മധുരം, അങ്ങനെ ഒരുപാട് ടേസ്റ്റ് ഉണ്ട് അല്ലേ? സോ ഇങ്ങനെ ഒരുപാട് ടേസ്റ്റ് സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടേസ്റ്റ് ബഡിന്റെ ഉള്ളിൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കീമോ റിസെപ്റ്റർ മേ ബി പ്രസന്റ് ആയിരിക്കും. ഓക്കെ അല്ലേ? അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ടേസ്റ്റ് കിട്ടുന്നത്. ഏതൊക്കെ ടേസ്റ്റ് പറയുന്നുണ്ട്? നമുക്ക് സ്വീറ്റ്, സാൾട്ട്, സോർ, ബിറ്റർ, ഉമാമി. ഉമാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയോ? ഒരു മിൽക്കിലൊക്കെ കാണപ്പെടുന്ന ഒരു ടേസ്റ്റ്, ഒരു ജാപ്പനീസ് ടേം ആണ്. ഇതിന്റെ അർത്ഥം ഹാപ്പിനെസ് എന്നാട്ടോ. സോ ഉമാമി എന്ന് പറയുന്ന ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ടേസ്റ്റ് ആണ്. നമുക്കത് കിട്ടിയിട്ടുണ്ട്, ബട്ട് നമുക്കത് എക്സ്പ്രസ് ചെയ്യാൻ അറിയാത്തത് കൊണ്ടാണ്. ഓക്കെ, സോ ഉമാമി എന്ന് പറഞ്ഞാൽ ഒരു ജാപ്പനീസ് ടേം ആണ്. അർത്ഥം എന്താണ്? ഹാപ്പിനെസ്. അത് മിൽക്കിലൊക്കെ കാണപ്പെടുന്നുണ്ട് നമ്മൾ പറഞ്ഞു. ഓക്കെ അല്ലേ? ഇനി നോക്കിയേ, കീമോ റിസെപ്റ്റർ നമുക്ക് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ടേസ്റ്റ് സെൻസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. എങ്ങനെയാണ് നമുക്ക് ടേസ്റ്റ് സെൻസ് ചെയ്യാൻ പറ്റുന്നതെന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ നാവിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ മൗത്തിലോട്ട് ടേസ്റ്റ് ഉള്ള ഒരു പാർട്ടികൾ വെക്കും. അവരെന്ത് ചെയ്യും? നമ്മുടെ സലൈവയിൽ ഡിസോൾവ് ആവും. എന്തിൽ ഡിസോൾവ് ആവും? സലൈവയിൽ ഡിസോൾവ് ആവും. എന്നിട്ട് നമ്മുടെ നാവിൻ്റെ ഉള്ളിലുള്ള പാപ്പില്ലയിലുള്ള ടേസ്റ്റ് ബഡിലുള്ള കീമോ റിസെപ്റ്ററിലോട്ട് എത്തും. ഓക്കെ, സോ ആദ്യം എന്താ സംഭവിക്കുന്നത്? സലൈവയിൽ അവരെന്ത് ചെയ്യും? ലയിച്ചു പോകും. ഓക്കെ അല്ലേ? സലൈവയിൽ ഡിസോൾവ് ആവും. സലൈവയിൽ ഡിസോൾവ് ആയിട്ട് നമ്മുടെ പാപ്പില്ലയിലുള്ള ടേസ്റ്റ് ബഡിലുള്ള കീമോ റിസെപ്റ്ററിലോട്ട് എത്തും. ആ സമയത്ത് അവർക്ക് സ്റ്റിമുലസ് കിട്ടിയില്ലേ? ടേസ്റ്റ് ഉള്ള വസ്തുക്കളാണ് അവിടെ എത്തിയത്. ഈ കീമോ റിസെപ്റ്ററിന് ഒരു സ്റ്റിമുലസ് കിട്ടി. അവരെന്ത് ജനറേറ്റ് ചെയ്യും? ഇമ്പൾസ് ജനറേറ്റ് ചെയ്യും. അതെങ്ങോട്ട് വിടും? നമ്മുടെ സെറിബ്രത്തിലോട്ട് വിടും. അങ്ങനെയാണ് നമുക്ക് ടേസ്റ്റ് കിട്ടുന്നത്. ഓക്കെ അല്ലേ? സോ നമ്മൾ ടേസ്റ്റും തീർത്തു. ഇനി നമുക്ക് നോക്കാനുള്ളത് സ്മെല്ലിനെ കുറിച്ചിട്ടാണ്. സിമ്പിൾ ആണ് സ്മെല്ല്. സ്മെല്ല് സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കുള്ള റിസെപ്റ്ററിന്റെ പേരാണെന്ത്? ഓൾഫാക്ടറി റിസെപ്റ്റർ. ഓൾഫാക്ടറി റിസെപ്റ്റർ. ഓക്കെ അല്ലേ? ഈ ഓൾഫാക്ടറി റിസെപ്റ്റർ എവിടെയാണ് കാണുന്നത്? നമ്മുടെ മ്യൂക്കസ് ഗ്ലാൻഡിന്റെ അടുത്ത്. എവിടെയാണ് മ്യൂക്കസ് ഗ്ലാൻഡ്? മൂക്കിലുള്ള, നോസിലുള്ള.
നോസിലുള്ള മ്യൂക്കസ് ഗ്ലാൻഡിന്റെ അടുത്താണ് ആരെ കാണപ്പെടുന്നത്? ഓൾഫാക്ടറി റിസപ്റ്റർ കാണപ്പെടുന്നത്. സ്മെല്ലുള്ള പാർട്ടികൾ അല്ലെങ്കിൽ അരോമാറ്റിക് പാർട്ടികൾ എന്ത് ചെയ്യും? നമ്മൾ എയർ ഇൻഹേൽ ചെയ്യുന്ന സമയത്ത്, നമ്മൾ അന്തരീക്ഷത്തിലുള്ള വായു മൂക്കിലൂടെ എടുക്കുന്ന സമയത്ത് നമ്മൾ ഇൻഹേൽ ചെയ്യൂലേ, ആ സമയത്ത് നമ്മുടെ മൂക്കിൻ്റെ ഉള്ളിലോട്ടെത്തി അല്ലെങ്കിൽ നോസിലോട്ടെത്തി അവിടെയുള്ള മ്യൂക്കസിൽ അത് എന്ത് ചെയ്യും? ഡിസോൾവ് ആവും. എന്നിട്ട് മ്യൂക്കസ് ഗ്ലാൻഡിന്റെ അടുത്തല്ലേ ഈ പറയുന്ന ഓൾഫാക്ടറി റിസപ്റ്റർ ഉള്ളത്, എന്നിട്ട് നേരെ ഓൾഫാക്ടറി റിസപ്റ്ററിലോട്ട് എത്തും. ഓക്കെ, സോ നന്നായിട്ട് മ്യൂക്കസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓൾഫാക്ടറി റിസപ്റ്ററിലോട്ട് എത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതായത് സപ്പോസ് മ്യൂക്കസ് നന്നായിട്ട് നോസിലുണ്ട് എന്ന് വിചാരിച്ചോ, നമ്മുടെ നോസിൽ ആവശ്യത്തിൽ കൂടുതൽ മ്യൂക്കസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സ്മെല്ലുള്ള പാർട്ടിക്കിളിന് എങ്ങോട്ട് എത്താൻ പറ്റൂല? ഓൾഫാക്ടറി റിസപ്റ്ററിലോട്ട് എത്താൻ പറ്റൂല. അതാണ് നമുക്ക് കോൾഡ് പിടിക്കുന്ന സമയത്തൊക്കെ മെയിൻലി സ്മെല്ല് സെൻസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അത് മാത്രമല്ല വേറെ റീസൺ ഉണ്ട്. ഇതൊരു റീസൺ ആണ്. അതായത് നമ്മുടെ ഓൾഫാക്ടറി റിസപ്റ്ററിലോട്ട് എത്തണം എന്നുണ്ടെങ്കിൽ എന്തിലൂടെ പോകണം? മ്യൂക്കസിലൂടെ പോകണം. സോ മ്യൂക്കസ് നന്നായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്മെല്ലുള്ള പാർട്ടികൾ എങ്ങോട്ട് എത്തൂല? ഓൾഫാക്ടറി റിസപ്റ്ററിലോട്ട് എത്തൂല. സോ നമുക്ക് എന്ത് കിട്ടൂല? സ്മെല്ല് സെൻസ് ചെയ്യാൻ പറ്റൂല. ഓക്കെ അല്ലേ? സോ സ്മെല്ല് സെൻസ് ചെയ്യുന്ന ഒരു പാത്വേ ആലോചിച്ച് നോക്കി. എയറിലൂടെ വന്ന് നമ്മുടെ നോസിന്റെ ഉള്ളിലോട്ടെത്തി, നാസൽ ക്യാവിറ്റിയിലെത്തി, അവിടെയുള്ള മ്യൂക്കസിൽ ലയിച്ച് മ്യൂക്കസിൽ ഡിസോൾവ് ആയിട്ട് നേരെ ഇങ്ങോട്ടെത്തും, ഓൾഫാക്ടറി റിസപ്റ്ററിലോട്ട് എത്തും. ഓക്കെ അല്ലേ? അങ്ങനെയാണ് നമുക്ക് സ്മെല്ല് സെൻസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഓൾഫാക്ടറി റിസപ്റ്ററിലോട്ട് എത്തി എന്ന് വിചാരിച്ച് സ്മെല്ല് സെൻസ് ചെയ്യാൻ പറ്റൂല. അവരത് റിസീവ് ചെയ്ത് ഇമ്പൾസ് ജനറേറ്റ് ചെയ്ത് എങ്ങോട്ട് വിടണം? സെറിബ്രത്തിലോട്ട് വിടണം. ഓക്കെ അല്ലേ? അപ്പോഴാണ് നമുക്ക് സ്മെല്ല് സെൻസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ അല്ലേ? ഇനി ഒരാളും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ആരാ? സ്കിൻ. സ്കിന്നിൽ ഒരുപാട് തരം റിസപ്റ്റേഴ്സ് ഉണ്ട്. ഒരു റിസപ്റ്റർ അല്ല, ഒന്നിൽ കൂടുതൽ റിസപ്റ്റേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? നമുക്ക് ടച്ച് റിസപ്റ്റർ ഉണ്ട്, പ്രഷർ റിസപ്റ്റർ ഉണ്ട്, ടെമ്പറേച്ചർ, കോൾഡ്, പെയിൻ, ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റിസപ്റ്റർ എന്തുണ്ട് നമ്മുടെ സ്കിന്നിൽ പ്രസൻറ്റാണ്. നമുക്ക് ടച്ച് സെൻസ് ചെയ്യാൻ പറ്റും, വേദന, അതുപോലെ തന്നെ പെയിൻ സെൻസ് ചെയ്യാൻ പറ്റും, പ്രഷർ സെൻസ് ചെയ്യാൻ പറ്റും, ടെമ്പറേച്ചർ, കോൾഡ്, ഇങ്ങനെ തുടങ്ങിയിട്ട് പല സെൻസ് കിട്ടും നമ്മുടെ സ്കിന്നിലൂടെ അല്ലേ? സോ അതിനൊക്കെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എന്തുണ്ട്? റിസപ്റ്റേഴ്സും ഉണ്ട്. എല്ലാ റിസപ്റ്ററും ഒരുപോലെ അല്ല അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കാരണം നമ്മുടെ ഫിംഗറിന്റെ ടിപ്പിലൊക്കെ മെയിൻലി എന്തായിരിക്കും കൂടുതൽ? ടച്ച് റിസപ്റ്റർ ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക കേട്ടോ. കാരണം നമുക്കറിയാം നമ്മുടെ ഫിംഗർ ടിപ്പിലൊക്കെ ഒരു പിന്നെടുത്തിട്ട് മെല്ലെ കുത്തി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ വലിയ വേദന ഒന്നും ഉണ്ടാവില്ല. നന്നായിട്ട് ഡീപ്പായിട്ട് കുത്തിയാലുണ്ടാവും. കാരണം അവിടെയുള്ള പെയിൻ റിസപ്റ്റർ ഒക്കെ കുറച്ച് ഉള്ളിലായിരിക്കും ഉണ്ടാവുക. അതായത് പെയിൻ റിസപ്റ്ററും അതുപോലെ തന്നെ ടച്ച് റിസപ്റ്ററും ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഡിഫറൻറ്റ് രീതിയിലാണ്. എല്ലാം ഒരുപോലെ അല്ല. ഓക്കെ, ഒരേ അളവിലും അല്ല, ഡിഫറൻറ്റ് രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുക. സോ ആവശ്യം എവിടെയാണ്? ഇപ്പോൾ നമ്മുടെ ഫിംഗർ ടിപ്പിൽ മെയിൻലി നമ്മൾ എന്താ യൂസ് ചെയ്യുക? ടച്ച് സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ? സോ ഫിംഗർ ടിപ്പിൽ മെയിൻലി എന്താ ഉണ്ടാവുക? ടച്ച് റിസപ്റ്ററാണ് ഉണ്ടാവുക. സോ നമ്മുടെ സ്കിന്നിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റിസപ്റ്റർ ഉണ്ട്. സോ സ്റ്റിമുലസിനനുസരിച്ചിട്ട് അവർ റിസീവ് ചെയ്യും, ഇമ്പൾസ് ജനറേറ്റ് ചെയ്യും, നമ്മുടെ ബ്രെയിനിലോട്ട് വിടും, സെറിബ്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആ സെൻസ് കിട്ടും. ഓക്കെ, ഇനി അടുത്ത നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഓരോരോ ഓർഗാൻസ്. ഇപ്പൊ നമ്മൾ ഹ്യൂമൻ ബീങ്സിന്റെ കേസ് പറഞ്ഞില്ലേ, ഇതുപോലെ വേറെ ഓർഗാൻസത്തിൽ എന്തുണ്ട്? റിസപ്റ്ററുകളുണ്ട്. അതിന് എക്സാമ്പിൾ ആണ് ഇതൊക്കെ. നമുക്കറിയാം ഈ പറയുന്ന പ്ലനേരിയയിൽ എന്തുണ്ട്? ഐ സ്പോട്ട് ഉണ്ട്. എന്ത് സെൻസ് ചെയ്യാൻ? ലൈറ്റ് സെൻസ് ചെയ്യാൻ. അതുപോലെ ഹൗസ് ഫ്ലൈയിൽ കാണപ്പെടുന്ന റിസപ്റ്റർ ആണ് ഇത് ഒമാറ്റിഡിയ. ഓക്കെ അല്ലേ? ഈ ഒമാറ്റിഡിയ എന്ന് പറഞ്ഞാൽ തൗസൻഡ്സ് ഓഫ് സ്മോൾ ഐ വെച്ചിട്ട് ഫോം ചെയ്തിട്ടുള്ളതാണ് ഒമാറ്റിഡിയ. ഓക്കെ അല്ലേ? ഇവരിൽ ഒരു ക്ലസ്റ്റർ ഓഫ് ഫോട്ടോ റിസപ്റ്റർ ഉണ്ടാവും. അതായത് ഫോട്ടോ റിസപ്റ്ററിന്റെ ഒരു കൂട്ടം തന്നെ ഉണ്ടാവും, ഒരുപാട് ഫോട്ടോ റിസപ്റ്റർ ഉണ്ടാവും. അതുകൊണ്ട് ഇവർക്ക് നന്നായിട്ട് കാണാൻ പറ്റും. നമുക്കറിയാം നമ്മൾ ഈച്ചനെ അടിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ അടുത്തെത്തുമ്പോഴത്തേന് ഈച്ച പാറി പോകില്ലേ? ഹൗസ് ഫ്ലൈ പാറി പോകും. എങ്ങനെയാ? അവർക്ക് അത്രയും ലൈറ്റ് സെൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് ഒമാറ്റിഡിയ ഉണ്ട് അവർക്ക്. അടുത്ത എന്താണ്? ഷാർക്ക്. നമുക്കറിയാം ഷാർക്കിന്റെ ബോഡിയിൽ നല്ല ഓൾഫാക്ടറി റിസപ്റ്റർ ഉണ്ട്. ഷാർക്കിന് എത്രയോ ഡിസ്റ്റൻസ് വരെയുള്ള ബ്ലഡ് ഡ്രോപ്പ് വരെ സെൻസ് ചെയ്യാൻ പറ്റും എന്ന് പറയാറുണ്ട്. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ ഷാർക്കിന്റെ ബോഡിയിൽ വേറെ ഒന്നും കൂടെ കാണാറുണ്ട്, ലാറ്ററൽ ലൈൻ. ലാറ്ററൽ ലൈൻ എന്ന് പറഞ്ഞാൽ അവർക്ക് ബോഡി ബാലൻസിങ്ങിന് വേണ്ടിയിട്ട് അവർ താഴത്തോട്ടാണ് പോകുന്നത്, മുകളിലോട്ടാണ് വരുന്നത്, ഫ്ലോട്ടിംഗ് ആണോ, വെള്ളത്തിന്റെ അടിയിൽ എന്താണ് അവരുടെ ബോഡി സ്റ്റേറ്റ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവർ ഹെൽപ്പ് ചെയ്യുന്നതാണ് ലാറ്ററൽ ലൈൻസ്. ഓക്കെ അല്ലേ? ഈ പറയുന്ന ഷാർക്കിന്റെ കേസ് എക്സാമിന് ഇടക്കിടക്ക് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇനി നമ്മൾ നോക്കാൻ പോകുന്ന സ്നേക്കിന്റെ കേസും. സ്നേക്കിന്റെ കേസിൽ കാണപ്പെടുന്ന റിസപ്റ്റർ ആണ് ഇത് ജേക്കബ്സൺ ഓർഗൻ. അതായത് ഇവർ സ്മെല്ല് സെൻസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ? നമുക്കറിയാം ഈ പറയുന്ന സ്നേക്ക് എന്ത് ചെയ്യും? ഇടക്കിടക്ക് നാവ് പുറത്തോട്ട് ഇടൂ അല്ലേ? എന്താ അപ്പോൾ ചെയ്യുന്നത്? അവർ നാവ് പുറത്തോട്ട് ഇടുന്ന സമയത്ത് സ്മെല്ലുള്ള അഥവാ ആരോമാറ്റിക് പാർട്ടികൾ അവരുടെ ടങ്കിൽ സ്റ്റിക്ക് ചെയ്യും. സോ അവർ നാവ് ഉള്ളിലോട്ട് എടുക്കുന്ന സമയത്ത് അവരുടെ ബക്കൽ കാവിറ്റിന്റെ റൂഫിലാണ് ആരെ കാണപ്പെടുന്നത്? ജേക്കബ്സൺ ഓർഗൻ പ്രസന്റ് ആയിട്ടുള്ളത് കേട്ടോ. സോ ഈ ജേക്കബ്സൺ ഓർഗൻ എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത്? സ്മെല്ല് സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നാവിലൂടെ ഈ പറയുന്ന സ്മെല്ലുള്ള പാർട്ടികൾ വന്നു നാവ് ഉള്ളിലോട്ട് എടുക്കുമ്പോൾ എങ്ങോട്ട് എത്തും? ജേക്കബ്സൺ ഓർഗനിലോട്ട് എത്തും. സോ ആ സമയത്ത് അവർക്ക് എന്ത് കിട്ടും? സ്മെൽ എന്നുള്ള സെൻസ് കിട്ടും. സോ അതിന് ഇവർക്ക് പ്രിഡേഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതുപോലെ തന്നെ പ്രേ ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ അല്ലേ? ഈ പാർട്ട് ഉണ്ടല്ലോ, ഇത് ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതായത് വേരിയസ് ഓർഗാനിസത്തിൽ കാണപ്പെടുന്ന റിസപ്റ്റേഴ്സിനെ കുറിച്ചിട്ട്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ചാപ്റ്റർ വരുന്നത്. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് സ്പീഡിലാണ് എടുത്തു പോയത്, റിവിഷൻ ആയതുകൊണ്ടാണ് കേട്ടോ. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോ ഒന്നുകൂടെ റിവൈസ് ചെയ്ത് കാണാം. MCQs ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഇതിന്റെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്താലേ സോ ഈസി ആവും എക്സാം എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.